മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നതാണ് ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ കുടുംബജീവിതം. വാപ്പ, ഉമ്മ, ഭാര്യ, ഭർത്താവ്, മക്കള്. പ്രാഥമികമായി കുടുംബം എന്ന് പറഞ്ഞാൽ ഈ അഞ്ചെണ്ണാണ്: വാപ്പ, ഉമ്മ, ഭാര്യ, ഭർത്താവ്, മക്കള്. കുറച്ചും കൂടി വിശാലമായാൽ മരോള്, മരുമകൻ, അമ്മായിമ്മ, ഇളയച്ചി, മൂത്തച്ചി, നാത്തൂമാര്, ഇളയച്ചൻ, മൂത്തച്ഛൻ, ഇവരാണ് കുടുംബം. ഇനി അവിടുന്നാണ്ട് വിശാലായ പിന്നെയുണ്ട് അമ്മായികള്, ഇളയന്മാര്, മൂത്തന്മാര്, ഇതൊക്കെ കുടുംബം തന്നെയാണ്. പിന്നെ വല്യമ്മ, വല്ലിപ്പ, അതൊക്കെ കുടുംബമാണ്. ഭക്ഷണം വിശാലമാകാനും ആയുസ് ദീർഘമാവാനും ഈ വിശാലമായ കുടുംബത്തെ പരിപാലിക്കണം. ഹദീസിലുള്ളതാണ്: മൻ അഹബ്ബ യുബ്സത ലഹു ഫീ അസരിഹി മൻ അഹബ്ബ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയൻസഅ ലഹു ഫീ അസരിഹി ഫൽയസിൽ റഹിമഹു. ആരെങ്കിലും റിസ്ഖ് വിശാലമാകാനും ആയുസ് ദീർഘമാവാനും കൊതിക്കുന്നുവെങ്കിൽ ഫൽയസിൽ റഹിമഹു, അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്മായികളോടക്ക് പോയാൽ ആയുസ് കൂടും, അമ്മോനെ പോയി കണ്ടാൽ റിസ്ഖ് വിശാലാവും. ഹദീസാണ്, എൻ്റെ വക പറഞ്ഞൊന്നല്ല. ആയുസ് ഇന്നിപ്പോൾ വളരെ ചുരുങ്ങി വരികയാണ്, കൂടണില്ല. എന്തേ? കുടുംബബന്ധം വളരെ ചുരുങ്ങി വന്നു. ഗൾഫിലൊക്കെ പോയിട്ട് ആൾക്കാരോട് ഇങ്ങനെ പരിചയപ്പെടുമ്പോൾ കുടുംബവിശേഷമൊക്കെ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ഫാമിലിയൊക്കെ ഇവിടെ തന്നെയാണ് എന്ന് പറയും. ആരാ ഫാമിലി? ഭാര്യയും മക്കളും മാത്രമാണ് എൻ്റെ അഭിപ്രായത്തിൽ ഫാമിലി. വാപ്പിയമ്മയൊക്കെ നാട്ടിലാണ്, ഓലൊന്നും ഫാമിലിയിൽ ഉൾപ്പെട്ടിട്ടില്ല. ഗൾഫേറെ അഭിപ്രായത്തിൽ കുഴപ്പമൊന്നുമില്ല പറഞ്ഞതിന്, പക്ഷെ വാപ്പാനും ഉമ്മാനും കൂടി അതിൽ പെടുത്തണമല്ലോ, അതും കൂടി കൂടിയതാണുള്ള ഫാമിലിയാറുണ്ടായി. എങ്ങനെ ചുരുക്കി കൂട്ടിയാലും വാപ്പിയമ്മയിലുണ്ട്, എന്നാലുള്ള ഫാമിലി ആകുക. അഹ്ല് എന്നതിൽ ഒരു പക്ഷേ പെടൂലായിരിക്കും. അഹ്ല് എന്ന് പറഞ്ഞതിൽ ഭാര്യയും മക്കളുള്ളൂ എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഫാമിലി എന്നുള്ളതിൽ അത് മാത്രമല്ല പെടുക, വാപ്പിയമ്മയും ഒക്കെ അതിൽ പെടും. അതും കൂടിയും പെടുത്തിയിട്ട് നമുക്ക് പറയാൻ പറ്റണം. ഒന്നാമത്തെ വാപ്പ. എന്താ വാപ്പാന്റെ പ്രത്യേകത? അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന ഹബീബുനാ റസൂലുള്ളാഹി. വാപ്പ സ്വർഗത്തിലെ നടുത്ത വാതിലാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിന്റെ നടുക്ക് ഒരു വാതിലല്ല, സ്വർഗത്തിന്റെ നടുക്ക് 2 വാതിലാണ്. കാരണം 8 വാതിലാണ്. 8 വാതിലിന്റെ നടുവിൽ 2 വാതിലുണ്ടാവും, ഒറ്റ വാതിലല്ല ഉണ്ടാകുക. അപ്പൊ വാപ്പ സ്വർഗത്തിന്റെ 2 വാതിലാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും വാപ്പ സ്വർഗത്തിന്റെ നടുക്കത്തെ വാതിലാന്ന് തോന്നിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം തന്നെയാണ്. വാപ്പ നമ്മക്ക് എന്താ ചെയ്യണതെന്ന് നമ്മൾ നേർക്ക് നേരെ കാണുന്നുണ്ട്. ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകനെ ഉപദേശിച്ച ഉപദേശത്തിൽ വാപ്പാനെ പറ്റിണ്ട്. നമ്മളിൽ എത്ര പേർക്ക് മോനെ ഇന്റെ വാപ്പാൻ അംഗീകരിക്കണം എന്ന് പറയാനുള്ള ആർജവമുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിനൊരു കുറഞ്ഞ ധൈര്യമൊന്നും പോരാ, അതിനൊരു വലിയ ധൈര്യം വേണം. സയ്യിദുനാ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി വവസ്സൈനൽ ഇൻസാന, മനുഷ്യനോട് നാം വസിയത്ത് ചെയ്തിരിക്കുന്നു, ബിവാലിദൈഹി ഹുസ്ന, വാപ്പാക്കും ഉമ്മാക്കും ഹുസ്ന, നന്മ ചെയ്യണമെന്ന്. പരിശുദ്ധമായ ഖുർആനിൽ ഈ ആയത്ത് ഉദ്ധരിച്ചു. ലുക്മാനുൽ ഹക്കീം മകന് കൊടുത്ത ഉപദേശം, മോനെ അല്ലാഹ് പറയുന്നുണ്ട് വാപ്പാക്കും ഉമ്മാക്കും നന്മ ചെയ്യണമെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ശേഷം ഉമ്മാനെ പറ്റിയാണ് പറയണത്, വാപ്പാനെ പറ്റി പറയണില്ല. പിന്നെ പറയണത് ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ ഹംലുഹു വഫിസാലുഹു ഫീ അമൈൻ.
വാപ്പാക്കും ഉമ്മാക്കും നന്മ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയണത് ഉമ്മ നിന്നെ ഗർഭം ധരിച്ചത് പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ്. അപ്പൊ എന്തേ വാപ്പാനെ പറഞ്ഞു? വാപ്പ എന്താ ചെയ്യണെന്ന് നമ്മൾ കാണുന്നുണ്ട്, ഉമ്മ എന്തേ ചെയ്തതെന്ന് നമ്മൾ കണ്ടിട്ടില്ല. ഉമ്മ ചെയ്തത് നമ്മൾ കണ്ടിട്ടില്ല, വാപ്പ ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. നമ്മളെ മദ്രസയിൽ കൊണ്ടുപോയി, നമ്മളെ സ്കൂളിൽ കൊണ്ടുപോയി പുസ്തകം വാങ്ങിത്തന്നു, സ്ലേറ്റ് വാങ്ങിത്തന്നു, പേന വാങ്ങിത്തന്നു, ഷവർമ കൊടുന്നു, ഒക്കെ വാപ്പ ചെയ്താണ്. ഇമ്മപ്പ എന്ത് ചെയ്തു? വാപ്പ കൊണ്ടുവരുന്ന പഞ്ചസാരയും ചായപ്പൊടിയും കൊണ്ട് ചായ ഉണ്ടാക്കുന്നുണ്ട്, വാപ്പ കൊണ്ടുവരുന്ന മീൻ കൊണ്ട് കറിയൊക്കെ ഉണ്ട്. ഉമ്മയായിട്ടൊന്നും ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു തരാണ് ഉമ്മ ചെയ്തത് ഇതാണ്. ഏത്? ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നി ഹംലുഹു വഫിസാലുഹു ഫി ആമൈൻ. 3 പ്രയാസങ്ങളെ നിന്റെ ഉമ്മ സഹിച്ചിട്ടുണ്ട്. വഹ്ന് എന്ന് പറഞ്ഞത് ഒരു പ്രയാസമാണ്, അലാ വഹ്ന് എന്ന് പറഞ്ഞത് വേറൊരു പ്രയാസമാണ്, ഹംലുഹു വഫിസാലുഹു ഫി ആമൈൻ എന്ന് പറഞ്ഞത് മൂന്നാമത്തെ ഒരു പ്രയാസമാണ്. 3 കാര്യങ്ങളാണ് ഉമ്മ ചെയ്തത്. ഒന്ന്, നിന്നെ ഗർഭം ധരിച്ചു എന്ന പ്രയാസം ഉമ്മ സഹിച്ചു. 2, നിന്നെ പ്രസവിച്ചു എന്ന പ്രയാസവും ഉമ്മ സഹിച്ചു. 3-ാമത്തേത് ഫിസാലാണ്. ഫിസാൽ എന്ന് പറഞ്ഞാല് മുലയൂട്ടുക എന്നാണ് ആ വാക്കിന് അർത്ഥം വെക്കാറുള്ളത്. പക്ഷെ ആ വാക്കിന്റെ നേർക്കുനേരെ അർത്ഥം മുലയൂട്ടുക എന്നല്ല, മുല കൂടി നിർത്തുക എന്നാണ്. ഫിത്വാമ് എന്നാണ് മുലയൂട്ടുന്നതിന് പറയാം. ഫിസാല് എന്ന് പറഞ്ഞാൽ മുല കൂടി നിർത്തുന്നതിന്റെ പേരാണ്. അപ്പൊ ഒരു വിഷയത്തിന്റെ അവസാനം കൊണ്ട് അതിന് പേരിട്ടു എന്ന് മാത്രം. എന്താ അവസാനം കൊണ്ട് പേരിടാൻ കാരണം? മുലയൂട്ടുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് മുല കൂടി നിർത്തുന്ന രംഗം. കുറേ ആൾക്കാരോട് ചോദിക്കും, നിർത്തല്ലേ, എന്നാ നിർത്തിയാലോ, ഞാൻ നാളെ നിർത്തിയാലോ, മറ്റന്നാൾ നിർത്തിയാലോ. സ്ത്രീകളെ സംബന്ധിച്ച് വളരെയധികം പ്രയാസമുള്ള ഒരു ഘട്ടമാണ് കുട്ടികളുടെ മുല കൂടി നിർത്തുന്ന രംഗം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് പറയാനുണ്ടായ കാരണം. അപ്പൊ 1-ാമത്തെ വാപ്പ, 2-ാമത്തെ ഉമ്മ. കുടുംബാണ് വാപ്പ എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ കാര്യങ്ങളും മരിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി കാണുന്നതാണ്. മരണത്തിന് മുമ്പ് ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ വിഷയങ്ങളും ഒരിക്കൽ കൂടി കാണും. വാപ്പാനേറ്റ് കുട്ടികൾക്ക് ഭയങ്കര ബന്ധമാണ്, ഭയങ്കര അടുപ്പാണുള്ളത്. ഒരു കുട്ടി ഇങ്ങനെ കരയാണെന്നൊക്കെ, ചെറിയ കുട്ടി, ഒരു കുട്ടി കരയാണെങ്കിൽ ഇപ്പൊ നമ്മളെ ഇടയിൽ ഒരു കുട്ടി വന്ന് പെട്ടാല് ആ കുട്ടി കരയും. ഇങ്ങനെ 4 ഓർത്തേക്ക് ഇങ്ങനെ നോക്കും, അപ്പൊ പരിചയമുള്ള ആരും കാണാനില്ല, അപ്പൊ കുട്ടിയാണ് കരയും, കാരണം ആരും പരിചയമില്ല. അപ്പൊ കുട്ടിയുടെ വാപ്പ ഇങ്ങനെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്, വാപ്പ വന്ന് കണ്ട് കൈമ പിടിച്ചാൽ കരച്ചിൽ നിർത്തും. വാപ്പാന്റെ അടുത്തുനിന്ന് ഒരു കുട്ടി കരയാണെങ്കിലോ, വാപ്പാന്റെ അടുത്തുനിന്ന് കുട്ടി കരഞ്ഞാൽ ഉമ്മ വന്ന് കണ്ട് എടുത്താൽ നിർത്തും. അപ്പൊ വാപ്പയേക്കാൾ പരിചയം ഉമ്മായാണ്, അതുകൊണ്ടാണ് നിർത്തിയത്. ഇനി ഉമ്മാന്റെ അടുത്തുനിന്ന് ഒരു കുട്ടി കരയാണെങ്കിലോ, ഉമ്മാന്റെ അടുത്തുനിന്ന് ഒരു കുട്ടി കരഞ്ഞാൽ ഇനി ഉമ്മാനേക്കാൾ പരിചയമുള്ള ആള് വരണ അപ്പൊ നിർത്തും. ആരാ ഉമ്മാനേക്കാൾ പരിചയമുള്ളത്? അത് അള്ളാഹു ആണ്. അതുകൊണ്ടാണ് ഉമ്മ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പാടിക്കൊടുക്കണത്. അതാണ് ഉമ്മ ഇങ്ങനെ. താരാട്ടിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഉമ്മയേക്കാൾ പരിചയമുള്ള ആളെ കൊണ്ടുവരികയാണ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഉമ്മയേക്കാൾ പരിചയമുള്ള ഒരാളെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ അയാൾ വരും, മനസ്സിൽ വരും, അപ്പൊ കരച്ചിൽ മാറ്റും. ഇനി ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ ഹസ്ബി റബ്ബിയും ചൊല്ലി കൊടുത്തിട്ട് നിർത്തുന്നില്ലെങ്കിലോ, വാപ്പ എല്ലി കൊടുത്താൽ നിർത്തും. പരീക്ഷ കൊണ്ടു, ഞാൻ വെറുതെ പറയാനൊന്നല്ല. ഉമ്മ ചൊല്ലി കൊടുത്തിട്ട് നിർത്തുന്നില്ല, പക്ഷെ നമുക്ക് അതിന് ഒഴിവാണെന്ന് മാത്രം. ഒഴിവില്ലെങ്കിൽ രക്ഷയൊന്നുമില്ല. ഒഴിവുണ്ടെങ്കിൽ വാപ്പ ചൊല്ലിക്കൊടുത്താൽ നിർത്തും. രാത്രി ഉറക്കത്തിൽ പേടിച്ച് കരയുന്ന കുട്ടിയെ വാപ്പ ഉറക്കിയാൽ പേടിക്കൂല. നോക്കിക്കോളി നിങ്ങൾ, രാത്രി പേടിച്ച് ഉറക്കത്തിൽ ഉണങ്ങുന്ന കുട്ടി ഒരു 4 ദിവസം വാപ്പ ഒന്ന് ഉറക്കി കൊടുത്താൽ മതി. ആ കുട്ടി ഉറക്കത്തിൽ പേടിച്ചു കറിയില്ല. എന്തേ കാരണം? ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ച് അള്ളാഹുവിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് വാപ്പാന്റെ മുതുകിൽ വെച്ച് ആ കുട്ടി അള്ളാഹുവിനെ പരിചയപ്പെട്ടിരുന്നു എന്നതാണ് അതിന്റെ കാരണം.
അപ്പോൾ വാപ്പയേക്കാൾ ഒരു കുട്ടിയുടെ ജനനത്തിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നത്, ഉമ്മയേക്കാൾ വലിയ പങ്ക് വഹിക്കുന്നത് വാപ്പയാണ് എന്ന് കാണാം. ഒരു കുട്ടിയുടെ ജനനവും അവന്റെ വളർച്ചയും ഒക്കെ തീരുമാനിക്കുന്ന യഥാർത്ഥത്തിൽ വാപ്പയാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വളർച്ചയെത്തിയ ഒരു അണ്ഡം ഉണ്ടായിരിക്കും, അതുകൊണ്ട് കുട്ടി ഉണ്ടാവില്ല. പിന്നെന്താ, വാപ്പയുടെ ഇന്ദ്രിയത്തിൽ നിന്ന് ജീവാംശമുള്ള മുൻകടക്കാൻ കഴിവുള്ള ഒരു അണു ഫലൂപ്പിയൻ ട്യൂബ് എന്ന ട്യൂബിലൂടെ ഓടിയിട്ട് ഉമ്മയുടെ ഗർഭപാത്രത്തിലെത്തി വളർച്ചെത്തിയ അണ്ഡവുമായി സംയോജിച്ചെങ്കിൽ മാത്രമേ കുട്ടി ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ തീരുമാനത്തിന്റെ പിന്നിൽ വാപ്പയാണുള്ളത്. പരിശുദ്ധമായ ഖുർആൻ അത് വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ ഇന്നാ ലഖദ് ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു മിൻ നുത്ഫത്തിൻ, ഇന്ദ്രിയത്തിൽ നിന്ന്, അണ്ഡത്തിൽ നിന്ന് എന്നല്ല പറഞ്ഞത്, ഇന്ദ്രിയത്തിൽ നിന്ന്. മിൻ നുത്ഫത്തിൻ അംശാജിൻ, കലർത്തപ്പെട്ട ഇന്ദ്രിയത്തിൽ നിന്ന്. വാപ്പാന്റെ മുതുകിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന സാധനത്തിനാണ് നുത്ഫത്ത് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പുള്ളത്. അപ്പൊ ഒരു കുട്ടി വേണോ വേണ്ടേ എന്ന തീരുമാനത്തിൽ വാപ്പാക്കാണ് വലിയ പങ്കുള്ളത്. അതുകൊണ്ടാണ് ആദ്യമായിട്ട് വാപ്പാനെ പറയണതിന്റെ കാരണവും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യം പടച്ചതും വാപ്പാനെയാണ്. അബുൽ ബശർ ആദം അലൈഹിസ്സലാം. അല്ല, ആദ്യത്തത് ഉമ്മയാണെങ്കിൽ അല്ലാഹു തആല ആദ്യം പടക്കേണ്ടത് ഉമ്മാനെയാണല്ലോ. ആദ്യം പഠിച്ചത് വാപ്പാനെയാണ്, വാപ്പയാണ് ആദ്യത്തെ. സയ്യിദുനാ അബുൽ ബശർ ആദം അലൈഹിസ്സലാമിനെയാണ് ആദ്യം പഠിച്ചത്. എന്നിട്ട് ആദം നബി അലൈഹിസ്സലാമിനെ അവരിൽ നിന്നു തന്നെ ഇണയെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ആദം നബിനെ ആദ്യം പഠിച്ചു, അതിൽ തന്നെ ഇണയെ പഠിച്ചു. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. നിങ്ങളിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു. ഓരോരുത്തരിൽ നിന്നും അവരുടെ ഇണകളെ സൃഷ്ടിച്ചു. പ്രാഥമികമായി ആദം നബി അലൈഹിസ്സലാം എന്ന വാപ്പയിൽ നിന്ന് ഹവ്വ ബീവി റളിയല്ലാഹു അൻഹ എന്ന ഇണയെ സൃഷ്ടിച്ചു. എന്നിട്ടോ ഇണയെ സൃഷ്ടിച്ചു. അവർ സ്വർഗത്തിൽ നിന്ന് വിവാഹം കഴിച്ചതെങ്കിലും എന്താ ഇനിയിപ്പോ വേണ്ടതെന്ന് ഓൽക്ക് അറിയില്ലായിരുന്നു. ഒരാൾ ആണാണ്, ഒരാൾ പെണ്ണാണ്, എന്തോ ഒരു ആകർഷണീയത ഉണ്ട് എന്നതൊക്കെ ശരിയാണ്. സ്വർഗത്തിൽ നിന്ന് വിവാഹമൊക്കെ കഴിഞ്ഞു, ഒക്കെ ശരിയാണ്. പക്ഷെ ഭാര്യയും ഭർത്താവും എങ്ങനെ ജീവിക്കുക എന്നുള്ളത് അവർക്കറിയില്ല. ഭൂമിയിൽ വന്നതിന് ശേഷം സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വ ബീവിയെയും പഠിപ്പിച്ചതിന് ശേഷമാണ് അവർ ഇണ ചേർന്നത് എന്ന് അൽ ബിദായത്ത് വൻ നിഹായയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചതിന് ശേഷമാണ് ആദ്യത്തെ വാപ്പയും ആദ്യത്തെ ഉമ്മയും ഇണ ചേർന്നിട്ടുള്ളത്. ജന്മനാ മനുഷ്യന് അങ്ങനെ ഒരു വിദ്യാഭ്യാസം ഇല്ല. അത് പഠിച്ചുണ്ടാക്കുന്നതാണ്, അത് പഠിച്ചതാണ്. പക്ഷെ എവിടുന്ന് പഠിച്ചു എന്നുള്ളതാണ് പലപ്പോഴും പ്രശ്നം. വാപ്പിയും ഉമ്മയും പഠിപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വേറെ എവിടുന്നേലും പഠിച്ചതാണെങ്കിൽ അതിൽ അബദ്ധം പറ്റും. അപ്പൊ ഒന്നാമത്തെ വാപ്പയാണ് ഏറ്റവും പ്രധാനം. എന്നാലും ഉമ്മ അപ്രധാനമാണ് എന്നതിന് ഇതിനർത്ഥമല്ല. ഉമ്മ വളരെ പ്രധാനം തന്നെയാണ്.